ഞാൻ വരാം പി. പ്രവീണ, അവരുടെ പ്രതികരണങ്ങൾ തേടൂ. ദീപക് മോഹനിലേക്ക് കൂടി പോയി വരാം. ദീപക് മോഹൻ ഇപ്പോൾ വയനാട് നടവയിലാണുള്ളത്. ദീപക് മോഹൻ, വയനാട്ടിലെ കർഷകർക്കും ഇതേ ആശങ്കയായിരിക്കുമല്ലോ. സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഈ മാപ്പ് പ്രകാരം അതിലും ജനവാസ മേഖലയിലുള്ള ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഈ പുതുക്കിയ മാപ്പ് വയനാട്ടിലുള്ളവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്ന സർക്കാരിൻ്റെ പുതുക്കിയ മാപ്പ്. ദീപക്. അരുൺകുമാർ, ഈ പുതുക്കിയ മാപ്പ് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഈ ബാധിക്കുന്ന ആളുകളോ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് നേരത്തെ നമുക്ക് മനസ്സിലായത്. ഇവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. കിഫയുടെ പ്രതിനിധികൾ അല്പസമയത്തിനൊപ്പം നമ്മളോടൊപ്പം ചേരും. പ്രധാനമായും വയനാട്ടിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, വയനാട്ടിൽ മിക്ക ഗ്രാമങ്ങളും അല്ലെങ്കിൽ ആദിവാസി ഊരുകളും എല്ലാം തന്നെ വനത്തിനുള്ളിലൂടെയാണ്, വഴിയോ അല്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തോ ആണ്. അതിൽ തന്നെ സുൽത്താൻ ബത്തേരി നഗരം എന്ന് പറയുന്നത് ഈ ബഫർ സോണിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ്. സുൽത്താൻ ബത്തേരിയിലെ KSRTC ഡിപ്പോയുള്ള സ്ഥലത്തിനോട് ചേർന്നാണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി. ഈ ഭാഗത്ത് ബഫർ സോൺ നിലവിൽ വരികയാണെങ്കിൽ ആ ഭാഗത്തുള്ള ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമ്മൾ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ പുതിയ മാപ്പുമായി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും കിഫയുടെ പ്രതിനിധികൾ അല്പസമയത്തിനൊപ്പം നമ്മളോടൊപ്പം വ്യക്തമാണ്. വെബ്സൈറ്റിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ ഇടേണ്ട മാപ്പ് തന്നെ സെപ്റ്റംബർ 2-ാം തീയതി പ്രസിദ്ധീകരിച്ചത് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ വെബ്സൈറ്റിലാണ്. അത് തന്നെ തെറ്റാണ്. അതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ആ പുതിയ മാപ്പ് നാട്ടുകാരും കണ്ടിട്ടില്ല. അത് സർക്കാരിന് അയച്ചു കൊടുത്തിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഗ്രാമസഭകൾ കൂടി ഇക്കാര്യം ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ച് കേന്ദ്ര വനംവകുപ്പിന് കൈമാറേണ്ട റിപ്പോർട്ടാണ്. ഇനി 5 ദിവസമാണ് അവശേഷിക്കുന്നത്. എന്താണ് കൂരാച്ചുണ്ടുകാർ ചെയ്യാൻ പോകുന്നത്? സാനിയ മുനമി. പ്രസിഡന്റ്, ഇനി 5 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ജൂലൈ 31-നാണല്ലോ കരട് വിജ്ഞാപനം. ഇനി 60 ദിവസമാണ്. അപ്പം 28-ാം തീയതി അവസാനിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇതിന് കൃത്യമായ ഒരു ആക്ഷേപം കൊടുക്കാനുള്ള മാപ്പ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്ന ജിയോ കോർഡിനേഷൻ മാപ്പ് ആദ്യം പ്രസിദ്ധീകരിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് 4 ദിവസം കൊണ്ട് നമുക്ക് അതൊക്കെ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 6 മാസം കൂടി സമയം നീട്ടി ചോദിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിനോട്. ഇതിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 6 മാസം കൂടി സമയം കിട്ടിയാൽ ജനങ്ങൾക്ക് ഇത് പരിശോധിച്ച് ആക്ഷേപം കൊടുക്കാനും പരിഹരിക്കാനുള്ള സമയം. അതാണിപ്പോൾ ഏറ്റവും അത്യാവശ്യമായ ആവശ്യം അതാണ്. ഇനി 4 ദിവസം കൊണ്ട് ഇതിനകത്തൊന്നും കൃത്യത വരുത്താൻ ഗവൺമെൻറ്റിനെ കൊണ്ടോ തദ്ദേശ ഒരു സംവിധാനത്തെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു ആശങ്ക ഇതുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെ ജനവാസ മേഖല പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ആ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം എടുക്കണം. ഇതാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ പറയാനുള്ളത് കർഷകൻ എന്ന നിലയ്ക്ക്? കർഷകൻ എന്ന നിലയ്ക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് കർഷകൻ എന്ന നിലയിൽ പറയാനുള്ളത്. പഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രസിഡന്റിന് പറയാനുള്ളത് ഒരു 6 മാസമെങ്കിലും സർക്കാർ സമയം നീട്ടി നൽകണം എന്നുള്ളതാണ്. പക്ഷേ ഇനി 5 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട്, ഈ മാപ്പ് നൽകിയേ മതിയാവൂ. ജൂലൈ 31-ാം തീയതിക്ക് ശേഷം സർക്കാർ ആകെ ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ആ സെപ്റ്റംബർ 2-ാം തീയതി പ്രസിദ്ധീകരിച്ച മാപ്പിനെതിരെ ജനരോഷം ഉണ്ടായപ്പോഴാണ് പുതുക്കിയ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ച് ജനവാസ മേഖലകളെ ഒഴിവാക്കാമെന്ന് പറഞ്ഞത്. ആ മാപ്പ് എവിടെ എന്നതാണ് കർഷകർ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇടേണ്ട മാപ്പ് എടുത്ത് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൽ ഇടുക. അതിനുശേഷം സർക്കാരിന് കൃത്യമായും ജനങ്ങളെ അറിയിച്ച് പഞ്ചായത്ത് ഗ്രാമസഭ കൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതൊന്നും ചെയ്യാതെ, ഗ്രാമസഭയൊന്നും കൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എല്ലാ ജനവാസ മേഖലയും ഒഴിവാക്കിയത് അയച്ചിട്ടുണ്ട് എന്ന് പറയുക. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? എവിടെയാണ് വനംവകുപ്പ് മന്ത്രി? അദ്ദേഹത്തിന്റെ മന്ത്രിപദം ഉറപ്പിക്കുന്ന തിരക്കിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയോ?